എങ്ങനെ ഒരു മനുഷ്യന്റെ ഐഡിയ ലോകത്തിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ തന്നെ മാറ്റിമറിച്ചു എന്നുള്ള കഥ. ഇത് നോക്കിയയുടെ കഥ. 1865 ഫിൻലൻഡിലെ ഒരു മൈനിങ് എഞ്ചിനീയർ ഫ്രെഡറിക് എച്ചിത്തം, ഒരു സിമ്പിൾ പേപ്പർ മിൽ ഓപ്പറേറ്റർ ആയിരുന്ന ഇദ്ദേഹം ടേംപറെ എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണ് ജീവിച്ചിരുന്നത്. ആ കാലത്ത് യൂറോപ്പിൽ പേപ്പറിന് വൻ ഡിമാൻഡ് ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്തത്. ബിസിനസ് എക്സ്പാൻഷന്റെ ഭാഗമായി അങ്ങനെ 1868 നോക്കിയൻ വെട്രൻ റിവറിന്റെ 15 കിലോമീറ്റർ അകലെയുള്ള നോക്കിയ എന്നുള്ളൊരു ടൗണിൽ ഇദ്ദേഹം പേപ്പർ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തു. യെസ്, അങ്ങനെയാണ് നോക്കിയ എന്ന പേര് വന്നത്. 1871 തന്നെ എച്ചിത്തമും അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ലിയോ മിഷലർ ഇവര് രണ്ടുപേരും കൂടി നോക്കിയ ലിമിറ്റഡ് ആരംഭിച്ചു. അക്കാലത്ത് നോക്കിയ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഫിൻലൻഡിൽ തന്നെ ലാർജസ്റ്റ് പേപ്പർ മാനുഫാക്ചറർ ആയിരുന്നു. അങ്ങനെ യൂറോപ്യൻ കൺട്രികൾ ആകെ മൊത്തം ഇവരുടെ പ്രൊഡക്റ്റുകൾ വിൽക്കപ്പെടാൻ തുടങ്ങി. കാലക്രമേണ അവർ പുതിയ പ്രൊഡക്ഷൻ മെത്തേഡുകൾ കണ്ടുപിടിച്ചു. അവരുടെ പ്ലാന്റുകൾ റൺ ചെയ്യാനായിട്ട് സ്വന്തമായ പവർ പ്ലാന്റുകൾ നിർമ്മിച്ചു. 1915 ഹെൽസിങ്കി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഫിൻലൻഡ് അല്ലെങ്കിൽ ഫിന്നിഷ് കമ്പനിയായി നോക്കിയ മാറി. പക്ഷേ 1916 ഫ്രെഡറിക് എച്ചിത്തം, നോക്കിയയുടെ ഫൗണ്ടർ, അന്തരിച്ചു. 78-ാം വയസ്സിൽ ഇദ്ദേഹം മരണപ്പെട്ടു. കമ്പനി സക്സസേഴ്സിന്റെ കയ്യിലേക്ക് എത്തി. വേൾഡ് വാർ 1ന്റെ അവസാനം വരെ നോക്കിയ ഒരു പേപ്പർ മാനുഫാക്ചറിംഗ് കമ്പനിയായി തന്നെ മുന്നോട്ട് പോയി. അതിനുശേഷം നോക്കിയ പയ്യെ ഇലക്ട്രിസിറ്റി ബിസിനസ്സിലേക്ക് മാറി. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നോക്കിയ എന്ന് പറഞ്ഞ കമ്പനിയിൽ കുറേയധികം മാറ്റങ്ങൾ സംഭവിച്ചു. നോക്കിയയ്ക്ക് പിന്നീട് വലിയ ഗ്രോത്ത് ഒന്നുമില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ മറ്റ് കമ്പനികളെ വാങ്ങാൻ തുടങ്ങി. 1898 കണ്ടുപിടിച്ച ഫിന്നിഷ് റബ്ബർ വർക്ക്സ് എന്ന് പറഞ്ഞ കമ്പനിയും 1921 തുടങ്ങിയ ഫിന്നിഷ് കേബിൾ വർക്ക്സ് എന്ന് പറഞ്ഞ കമ്പനികളും നോക്കിയ വാങ്ങി നോക്കിയയുമായി മെർജായി. അങ്ങനെ 1967 നോക്കിയ കോർപ്പറേഷനായി മാറി. പിന്നീട് നോക്കിയ നിർമ്മിച്ചുകൊണ്ടിരുന്നത് റബ്ബർ ഷൂസ്, കാർ ടയറുകൾ, കേബിളുകൾ, ടിവികൾ എന്നിവയെല്ലാമാണ്. കൂടാതെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി. മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. പ്രോസസിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇൻഡസ്ട്രിയലൈസേഷൻ, ഓട്ടോമേഷൻ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നിങ്ങനെ ഒട്ടനവധി ഡിവിഷനുകളിലും നോക്കിയ ഫോക്കസ് ചെയ്തു തുടങ്ങി. അങ്ങനെ കാലം കുറെ പോകെ കുറേയധികം ഡിവിഷൻസ് ഓപ്പൺ ചെയ്തു. പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, വർക്ക് സ്റ്റേഷൻസ്, മൊബൈൽ ഡിവൈസസിന്റെ ഡിവിഷൻസ് വരെ ഓപ്പൺ ആയി. അങ്ങനെ 1970 ലോകത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള നെറ്റ്വർക്ക് എക്യുപ്മെന്റ് മാനുഫാക്ചറായി നോക്കിയ മാറി. സൊളോറ എന്ന കമ്പനിയുമായി നോക്കിയ ടൈപ്പ് ചെയ്ത് ഓട്ടോമാറ്റിക് സെൽഫോൺ സിസ്റ്റം നോക്കിയ ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് പതിവ് പോലെ 1984 നോക്കിയ സൊളോറയെ മേടിച്ചു. അങ്ങനെ നോക്കിയയുടെ ഏറ്റവും ആദ്യത്തെ മൊബീറ സിറ്റിമാൻ 900 1987 പുറത്തിറങ്ങി. 1989 കമ്പനി ആദ്യത്തെ 2G സിസ്റ്റം കൊണ്ടുവന്നു, GSM ടെക്നോളജിയുടെ സഹായത്തോടു കൂടി. അങ്ങനെ 2 വർഷത്തിന് ശേഷം 1991 അന്നത്തെ ഫിൻലൻഡിലെ പ്രൈം മിനിസ്റ്റർ ആദ്യത്തെ GSM ഫോൺ കോൾ ചെയ്തു. അപ്പോൾ നോക്കിയയ്ക്ക് കൃത്യമായി മനസ്സിലായി 1990 തൊട്ട് മറ്റ് ഡിവിഷനുകളെല്ലാം ക്ലോസ് ചെയ്ത് മൊബൈൽ ഡിവിഷൻ മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കിയ തുടങ്ങി. പിന്നീട് 1992 നോക്കിയ 1011 വന്നു. യെസ്, ആദ്യത്തെ GSM ഫോൺ. ഒരൊറ്റ ചാർജിൽ 90 മിനിറ്റ് സംസാരിക്കാം എന്ന് മാത്രമല്ല 99 കോൺടാക്റ്റുകൾ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെ മൊബീറ സിറ്റിമാൻ 2000 എന്നും വിളിച്ചിരുന്നു. പിന്നീട് നോക്കിയ ലാപ്ടോപ്പുകൾക്ക് LCD ഡിസ്പ്ലേ നിർമ്മിക്കാനായിട്ട് തുടങ്ങി. ഈവൻ നോക്കിയ സ്വന്തമായ ഒരു മിനി ലാപ്ടോപ്പ് വരെ പുറത്തിറക്കി. നോക്കിയയുടെ ഏറ്റവും ഫേമസ് ആയ മോഡലായിരുന്നു നോക്കിയ 2100. അതിലാണ് ആദ്യമായിട്ട് നോക്കിയയുടെ ഐക്കോണിക് റിംഗ് ടോൺ പുറത്തു വന്നത്. 40 ലക്ഷം ഫോണുകൾ ഞങ്ങൾ വിൽക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന നോക്കിയ വിറ്റത് 200 ലക്ഷം ഫോണുകളാണ്. അങ്ങനെ 6.5 ബില്യൺ യൂറോ റവന്യൂ ഉണ്ടായി ഈ ഒരു കമ്പനി 31 ബില്യൺ റവന്യൂ ഉള്ള കമ്പനിയായി മാറി. ഈ സന്തോഷത്തിൽ നോക്കിയ 1996 അവരുടെ നോക്കിയ 9000 കമ്മ്യൂണിക്കേറ്റർ പുറത്തിറക്കി. വേർഡ് പ്രോസസിംഗ്, സ്പ്രെഡ്ഷീറ്റുകൾ എന്ന് മാത്രമല്ല ഇമെയിലുകൾ ചെയ്യാം, ഫാക്സ് അയക്കാം, എന്തിന് ഇന്റർനെറ്റ് വരെ ബ്രൗസ് ചെയ്യാനായിട്ട് ഈ ഒരു ഡിവൈസിൽ പറ്റുമായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് $800 ഈ ഡിവൈസ് ഇറക്കിയത് എന്നുള്ളത് കൊണ്ട് ഇത് ഫ്ലോപ്പായി. അതേ വർഷം നോക്കിയ അവരുടെ ആദ്യത്തെ സ്ലൈഡിംഗ് ഫോൺ പുറത്തിറക്കി, നോക്കിയ 8110. ഇതിനെ ബനാന ഫോൺ എന്നും പലരും വിളിച്ചിരുന്നു. അങ്ങനെ നോക്കിയ കുതിച്ചു വളരുകയായിരുന്നു. അതിനുശേഷം നോക്കിയ 6100 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ ഏകദേശം 400 ലക്ഷം യൂണിറ്റുകളാണ് വിറ്റത്. അന്ന് വരെ ലോകത്തിലെ ലാർജസ്റ്റ് മൊബൈൽ ഫോൺ മാനുഫാക്ചറർ മോട്ടറോള ആയിരുന്നു. 1998 ഇതിനുശേഷം നോക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ മാനുഫാക്ചററായി മാറി. നോക്കിയ 6100 എന്നുള്ള മോഡൽ അടുത്തതായി ലോഞ്ചായി. ഇതിലാണ് നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള സ്നേക്ക് ഗെയിം പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ആദ്യമായി വന്നത്.
അങ്ങനെ 2000-ന് ശേഷം നോക്കിയ കുതിച്ചുയരുകയായിരുന്നു. പുതിയ പുതിയ ടെക്നോളജികൾ, പുതിയ പുതിയ ഡിവൈസുകൾ, അതും കുറഞ്ഞ പ്രൈസിൽ ലഭിക്കാൻ തുടങ്ങി. 2001-ൽ നോക്കിയ അവരുടെ ആദ്യത്തെ ക്യാമറ ഫോൺ ലോഞ്ച് ചെയ്തു. യെസ്, നോക്കിയ 7650. ഇത് ആദ്യത്തെ ക്യാമറ ഫോൺ മാത്രമായിരുന്നില്ല, ആദ്യത്തെ ഫുൾ കളർ ഡിസ്പ്ലേ ഉള്ള ഫോണുമായിരുന്നു. പിന്നീട് 2002-ൽ 3G പുറത്തിറക്കി. നോക്കിയ 6650 ലോകത്തിലെ ആദ്യത്തെ 3G ഫോൺ. അങ്ങനെ പല വെറൈറ്റി ഫോണുകൾ നോക്കിയ ഇറക്കാൻ തുടങ്ങി. അതിൽ ലിപ്സ്റ്റിക് ഫോൺ വരെ നോക്കിയ ഇറക്കി, നോക്കിയ 7280. ഇങ്ങനെ വളരെ നല്ല കാലത്തിലൂടെ നോക്കിയ പോയിക്കൊണ്ടിരുന്നപ്പോൾ 2007-ൽ സ്റ്റീവ് ജോബ്സ് ആപ്പിൾ ആദ്യത്തെ ഐഫോൺ പുറത്തിറക്കുന്നു. കീപാഡുകളില്ലാത്ത ആദ്യത്തെ ഫുൾ ടച്ച് ഫോൺ. ടച്ച് ഫോണുകളൊന്നും വർക്കൗട്ട് ആവില്ല എന്ന് ആദ്യം വിചാരിച്ചുവെങ്കിലും പിന്നീട് എന്നാൽ നമ്മൾക്കും ഒരു ടച്ച് ഫോൺ ഇറക്കാമെന്ന് പറഞ്ഞ് 2008-ൽ നോക്കിയ 5800 എക്സ്പ്രസ് മ്യൂസിക് എന്ന് പറഞ്ഞ കപ്പാസിറ്റീവ് ടച്ച് ഉള്ള സ്റ്റൈലസ് ഉള്ള ആദ്യത്തെ ഫുൾ ടച്ച് ഫോൺ നോക്കിയ ഇറക്കി. ഇതിനകത്ത് ഓടിയിരുന്നത് സിംബയൻ വെർഷൻ 9.4 ആദ്യത്തെ ടച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പക്ഷേ നോക്കിയയ്ക്ക് ഒരു പ്രതീക്ഷിക്കാത്ത എതിരാളി വന്നു. യെസ്, ആൻഡ്രോയിഡ് 1 ലോഞ്ച് ആയതിനു ശേഷം നോക്കിയയുടെ പ്രോഫിറ്റ് 30% കുറഞ്ഞു. ഈവൻ അവരുടെ സെയിൽസ് 3.1% താഴേക്ക് പോയി. എന്നാൽ മറുഭാഗത്ത് ഐഫോണിന്റെ സെയിൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രോഫിറ്റുകൾ കുറഞ്ഞു, സെയിലുകൾ കുറഞ്ഞു. 2009-ൽ ഏകദേശം 1700 എംപ്ലോയീസിനെ നോക്കിയയിൽ നിന്നും പറഞ്ഞു വിടേണ്ട അവസ്ഥ വന്നു. നോക്കിയയ്ക്ക് ഫൈനലി മനസ്സിലായി കാലക്രമേണ അവർ മുന്നോട്ട് പോകുന്നില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന്. മറുഭാഗത്ത് നോക്കുവാണെങ്കിൽ ആപ്പിളും ബ്ലാക്ക്ബെറിയും വൻ കോമ്പറ്റീഷൻ. കൂടെ പുതുമുഖങ്ങളായ സാംസങ്, HTC, LG എന്നിങ്ങനെ ഫോൺ മാനുഫാക്ചറേഴ്സും വന്നു തുടങ്ങി. സോ 2009-ൽ മൈക്രോസോഫ്റ്റിന്റെ ബിസിനസ് ഹെഡ് ആയിരുന്ന സ്റ്റീവ് എലോപ്പിനെ നോക്കിയയുടെ CEO ആയി പ്രഖ്യാപിച്ചു. ആൻഡ് അങ്ങനെ നോക്കിയയും മൈക്രോസോഫ്റ്റുമായി പാർട്ട്ണർഷിപ്പ് വന്നു. നോക്കിയ ലൂമിയ 710 ആൻഡ് നോക്കിയ ലൂമിയ 800 ലോഞ്ചായി. വിൻഡോസ് ഫോൺ 8 ബേസ്ഡ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് നോക്കിയ ലൂമിയ 920യും ലോഞ്ചായി. ആൻഡ് പ്രതീക്ഷിച്ചതുപോലെ നോക്കിയ ലൂമിയ 920 ബെസ്റ്റ് സെല്ലിംഗ് സ്മാർട്ട് ഫോണായി. അങ്ങനെ നോക്കിയ വീണ്ടും സ്മാർട്ട് ഫോൺ ബിസിനസ്സിൽ കുതിച്ചുയരാൻ തുടങ്ങി. ഇത് നോക്കിയയുടെ വൻ കംബാക്ക് ആണ് എന്ന് ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും 2014-ൽ നോക്കിയയെ മൈക്രോസോഫ്റ്റ് വാങ്ങി. അതോടുകൂടി എല്ലാം ഗതാഹവ. ആൻഡ്രോയിഡിലും iOS-ലും ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് ആപ്പ് സ്റ്റോറിലുണ്ട്. ഡെവലപ്പേഴ്സിന് വൻ സപ്പോർട്ടും ലഭിക്കുന്നുണ്ടായി. പക്ഷേ മറുഭാഗത്ത് വിൻഡോസ് ഫോണുകളിൽ മൈക്രോസോഫ്റ്റിൽ അത്രയധികം ആപ്ലിക്കേഷൻസും ഇല്ല, അത്രയും ഡെവലപ്പർ സപ്പോർട്ടുമില്ല. അങ്ങനെ ലൂമിയ സീരീസ് ഒരു ഫെയിലിയറായി. പക്ഷേ 2014-ൽ വീണ്ടും ഒരു തിരിച്ചുവരവിന് വേണ്ടി നോക്കിയ എക്സ് ആദ്യത്തെ നോക്കിയയുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തു. ബട്ട് ഇറ്റ് വാസ് ഓൾറെഡി ടു ലേറ്റ്. സാംസങ്, ഓപ്പോ, വിവോ, ഷവോമി, ജിയോണി, സോളോ, മോട്ടോ, LG, HTC, കാർബൺ, ലാവ ഇതിനിടയിൽ ഇഷ്ടം പോലെ കമ്പനികൾ ഇറങ്ങാൻ തുടങ്ങി. ആൻഡ് ഈ കമ്പനികൾക്കിടെ നോക്കിയയ്ക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ആൾക്കാരുടെ മുന്നിൽ ഇത് നോക്കിയാണ് എന്ന് കാണിക്കാൻ പറ്റുന്ന രീതിക്ക് യാതൊരു ഡിവൈസുകളും വന്നില്ല. ഇതിന് പുറമേ നോക്കിയയ്ക്ക് ഉണ്ടായ സപ്ലൈ ചെയിൻ ഇഷ്യൂ, മാർക്കറ്റ് ഇഷ്യൂ, ചിപ്സെറ്റ് ഷോർട്ടേജ് എല്ലാം കൊണ്ട് നോക്കിയ തകർന്നു. HMD ഗ്ലോബൽ നോക്കിയനെ വീണ്ടും റിവൈവ് ചെയ്യാൻ വേണ്ടി കുറേയധികം ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾ ഇറക്കി. പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് തരുന്ന സ്മാർട്ട് ഫോണുകളാണ് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ കൊടുക്കുന്ന വിലയ്ക്കുള്ള ഹാർഡ്വെയറോ ക്വാളിറ്റിയോ ഒന്നും തന്നെ ഈ സ്മാർട്ട് ഫോണുകൾക്ക് ഉണ്ടായില്ല എന്നുള്ളതുകൊണ്ട് ആൾക്കാർ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയാണ് ഒരു കാലത്ത് മൊബൈൽ ഡിവൈസുകളുടെ കാട്ടിലെ രാജാവായിരുന്ന നോക്കിയ എന്ന് പറഞ്ഞ മുറിവേറ്റ സിംഹം ഇപ്പോൾ ചത്തു എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്. നിങ്ങൾ നോക്കിയ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിവൈസുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിവൈസ് ഏതായിരുന്നു എന്ന് ജസ്റ്റ് കമൻറ്റിലൂടെ അറിയിക്കുക. സോ ഇതാണ് നോക്കിയയുടെ കഥ. നമ്മൾക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.